ഒന്നുമില്ലെങ്കിലും മറ്റേ മതക്കാരെ കൂട്ടി ഞങ്ങൾ ആരെയും ഈ മതം വിട്ടു പോകുന്നവരെ കൊല്ലുന്നില്ലല്ലോ. ഒരാൾ വിശ്വാസി അല്ല എന്ന് പറയുമ്പോൾ അവന്റെ തന്തയും തള്ളയും പറയുക, അവന്റെ വല്യപ്പനെയും വല്യമ്മയും പറയുന്നത് എനിക്ക് ഫിനി പാസ്റ്ററോട് പറയാനുള്ളത്, ബൈബിളൊക്കെ ശരിക്കൊന്ന് വായിക്കുക, എന്നിട്ട് അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഇവര് ഈ ഒരുപാട് റൂൾസും റെഗുലേഷൻസും ഒക്കെ ഉണ്ടാക്കിയിട്ട് അത് നമ്മുടെ പിതാക്കന്മാര് അങ്ങനെ പഠിപ്പിച്ചത്, അല്ലെങ്കിൽ അവരുടേതായ ഇന്റർപ്രിട്ടേഷൻ ഒക്കെ കൊടുത്ത് അത്രയും ഇടുങ്ങിയ നാരോ മൈൻഡഡ് ആയിട്ടുള്ള ചിന്താഗതിയുള്ള ആൾക്കാരാണ് ഇവരെ പോലുള്ള പാസ്റ്റർമാരെന്ന് ഇത് കേട്ട് കഴിയുമ്പോൾ നമുക്ക് വ്യക്തമായിട്ടും മനസ്സിലാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. ഞാൻ ഈ എക്സ് പെന്തിക്കോസ്റ്റൽസ് എന്ന് പറഞ്ഞ് ഇന്ന് വരുന്ന പല ചെറുപ്പക്കാരുടെയും ബാക്ക്ഗ്രൗണ്ട് ഞാൻ ചെക്ക് ചെയ്തു. എനിക്ക് മനസ്സിലായി ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇവരുടെ കുടുംബങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ പറയുന്നത് പോലെ ഉണർവിന്റെ ഒരു അന്തരീക്ഷമോ അല്ല എങ്കിൽ ഈ പറഞ്ഞ പെന്തിക്കോസ്റ്റൽ ഡോക്ട്രിൻ പേരിന് മാത്രം ഉണ്ടായിരുന്ന വ്യക്തികളാണ്. പൊതുവിൽ എല്ലാവർക്കും ഗുണത്തിന് വേണ്ടി പറയുന്ന ഒരു കാര്യമാണ്. പല എക്സ് പെന്തിക്കോസ്റ്റൽ ചെറുപ്പക്കാരും അങ്ങനെ ഒരു വഴിയിലേക്ക് പോകാനുള്ള ഒരു കാരണം, അവരുടെ വീട്ടിൽ ഈ പെന്തക്കോസ്റ്റ് ഒന്നും അവർ കണ്ടിട്ടില്ല. വെറുതെ വാഗോട് പെന്തക്കോസ്റ്റ് പറയുമെങ്കിലും അകത്ത്, കുടുംബത്തിന്റെ അകത്ത് ഈ അഗ്നിയന്തരീക്ഷമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ മക്കളാണ് നമ്മളെ ഏറ്റവും നന്നായിട്ട് അറിയുന്നത്. വെളി വരുമ്പോൾ നമ്മൾ വലിയ പെന്തക്കോസ്റ്റുകാരായിരിക്കും, പക്ഷെ വീട്ടിന്റെ അകത്ത് അപ്പൻ അമ്മ ആരാണ്, അവരുടെ സംസാരം, അവരുടെ ജീവിതശൈലി, അവരുടെ വിശ്വാസങ്ങൾ ഏതാണെന്ന് കുഞ്ഞുങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഈ ഹിപ്പോക്രസി, ഈ കാപട്യം കുഞ്ഞുങ്ങൾ വേഗത്തിൽ തിരിച്ചറിയുന്നു. അവർക്ക് നമ്മളോടും നമ്മുടെ വിശ്വാസത്തോട് എതിർപ്പ് തോന്നുന്നു, അവർ വിട്ടുപോകുന്നു. ഇത് പലപ്പോഴും സംഭവിക്കുന്നു. ഞാൻ നഷ്ടപ്പെട്ടു പോകാതിരുന്നത് അതിന്റെ ഒരു മറുഭാഗമുണ്ട്. എന്റെ വീട്ടിൽ പ്രാർത്ഥിക്കുന്ന ഒരു അപ്പനും അമ്മയും ഒരു നല്ല ക്രിസ്ത്യൻ ജീവിതം നയിക്കുന്ന ഒരു അന്തരീക്ഷം എന്റെ വീട്ടിൽ ഉണ്ടായിരുന്നത് കൊണ്ട്, അവർ എന്നെ കാണിച്ച വഴി സത്യമാണെന്ന് എനിക്ക് ബോധ്യമുള്ളത് കൊണ്ട് ഞാൻ മടങ്ങി വന്നു. സൊല്യൂഷൻ ഞാൻ പറഞ്ഞു, നല്ല ആത്മീക അന്തരീക്ഷങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകും. ചർച്ചിൽ ഇല്ലെങ്കിൽ പോലും നിങ്ങളുടെ കുടുംബങ്ങൾ, നോഹയുടെ വിജയോടെ നോഹയുടെ മക്കൾ ആരും നോഹയെ വിട്ടുപോയില്ല. കാരണം നോഹ ജനുവനാണെന്ന് നോഹയുടെ മക്കൾക്ക് അറിയാമായിരുന്നു. ആ വിധത്തിൽ നാം നമ്മുടെ വീട്ടിൽ ജനുവനായി വിശ്വാസ ജീവിതം നയിക്കണം. ലോത്തായി മാറരുത്, നോഹയായിട്ടേ മാറാവുള്ളൂ നമ്മുടെ വീട്ടിൽ. സിമ്പിളായിട്ട് കേട്ടല്ലോ, ഇത് ഇവരുടെ ഒരു ടാക്ടിക്സ് ആണ്. ഞാൻ എപ്പോഴും പറയാറുള്ള, നമ്മളെ ഈ ഒരു വിശ്വാസം വിട്ടു പോയി കഴിഞ്ഞാൽ ഒളിഞ്ഞും പതുങ്ങിയും ആക്രമിക്കുക എന്നതിനെ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ ഇവിടെ വ്യക്തമായിട്ടും പേരൻസിനെ, മാതാപിതാക്കളെ ആക്ഷേപിക്കുന്ന ഒരു പരിപാടിയാണ് ഇവിടെ കണ്ടിരിക്കുന്നത്. മാതാപിതാക്കളെ ഇത് കേട്ട് കഴിയുമ്പോൾ, ഇപ്പൊ എൻ്റെ ഒരു അപ്പനോ അമ്മയോ ഇത് കണ്ടു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് എന്തായിരിക്കും ചിന്തിക്കുന്നത്, അവര് മോശക്കാരായതുകൊണ്ടാണ് അവരുടെ മോനിങ്ങനെ വഴിതെറ്റിപ്പോയത്. അവരുടെ തലയിലേക്ക് ഈ കുറ്റം അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾ മോശമായിട്ടാണ് നിങ്ങളുടെ മക്കൾ വിട്ടുപോയത്, എല്ലാം നിങ്ങളുടെ കുറ്റമാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ഉണർവില്ല, ഒരു പേരിന് മാത്രം പെന്തക്കോസ്റ്റൽ ഡോക്ടറിൻ കൊണ്ടു നടന്നു എന്ന് പറഞ്ഞിട്ട് വീട്ടുകാരിൽ പ്രഷർ ചെലുത്തി നമ്മളെ പിന്തിരിപ്പിക്കാൻ ഉള്ള ഒരു ടാക്ടിക്സ് തന്നെയാണ് വ്യക്തമായിട്ട് ഇവിടെ കണ്ടത്. ഇതാണ് പാസ്റ്റർമാരുടെ ഈ കുത്തുപ്രസംഗം എന്ന് പറയുന്നതിൻ്റെ ഒരു നല്ലൊരു എക്സാമ്പിളാണിത്. ഇങ്ങനെയാണ് അവര് ഡയറക്റ്റ്ലി പറയാതെ ഇൻഡയറക്ട്ലി ആളുകളിലേക്ക് ഫോഴ്സ് ചെലുത്തുന്നത്, അവരുടെ ഇൻഫ്ലുവൻസ് ചെലുത്തുന്നത്. ഇത് കാണുന്ന മാതാപിതാക്കൾ, കേൾക്കുന്ന മാതാപിതാക്കൾ, അവര് ഹൃദയം നൊന്തിട്ടായിരിക്കും നമ്മളുടെ മണ്ടയ്ക്ക് അതിന്റെ പ്രഷർ വരും, നമുക്ക് സമാധാനം ഇല്ലാതാക്കും. അതിനുശേഷം നമുക്ക് മേ ബി അത് വിട്ടുപോകേണ്ട അവസ്ഥ വരും. പക്ഷെ എൻ്റെ ഒരു കാര്യത്തിൽ ഞാനത് വിടുന്ന ഒരു പരിപാടിയേ ഇല്ല. അല്ല, ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, പുള്ളിക്കാരൻ അവിടെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഈ എക്സ് പെന്തക്കോസ്റ്റുകാരുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് അന്വേഷിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഭയങ്കര ഒതന്റിസിറ്റി പോലെയാണല്ലോ പുള്ളി പറഞ്ഞ് വലിപ്പിക്കുന്നത്. എങ്ങനെയാണ് പുള്ളിക്കാരൻ ഈ അന്വേഷിച്ചത്? ആരോടാണ് അന്വേഷിച്ചത്? ഇപ്പം എൻ്റെ ബന്ധുക്കളോ അല്ലെങ്കിൽ സ്വന്തക്കാരോ ആരോടാണ് പുള്ളി അന്വേഷിച്ചത്? എവിടുന്നാണ് ഈ ഇൻഫർമേഷൻ കിട്ടിയത്? ഇതിന്റെ എന്തെങ്കിലും തെളിവോ കാര്യങ്ങളോ പറയുന്നുണ്ടോ? ഈ പുള്ളിക്കാരന്റെ സ്ഥിരം പരിപാടിയാണ് ഇത്. ഇപ്പൊ ലാസ്റ്റ് ഒരു വീഡിയോയിൽ ആഭരണത്തിന്റെ ഇത് വന്നപ്പോഴും പുള്ളിക്കാരന് അതിനെ ന്യായീകരിക്കാൻ ഒരു സാധനം ഇല്ലാത്തതുകൊണ്ട് ബൈബിള് നോക്കിയിട്ട് അത് കിട്ടുന്നില്ല. ഉടനെ പുള്ളി പറയുന്നത് ദൈവം രാത്രിയിൽ എന്നോട് സംസാരിച്ചു. പുള്ളി ഇങ്ങനെ കുറെ സാധനങ്ങൾ കൊണ്ടിട്ടിട്ട് ആ ഒരു വിശ്വാസ്യത പിടിച്ചു പറ്റുകയാണ്. എന്നിട്ട് വായി തോന്നുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ആരോടാണ് ഇത് അന്വേഷിച്ചത്, എന്ത് ഇൻഫർമേഷൻ ആണ് നിങ്ങൾക്ക് കിട്ടിയത് എന്നുള്ളതിന്റെ വസ്തുതാപരമായിട്ടുള്ള അതിന്റെ തെളിവ് പുറത്തേക്ക് കൊണ്ടുവരേണ്ടത് ഫിന്നി പാസ്റ്റർ തന്നെയാണ്. പിന്നെ എനിക്ക് ഫിന്നി പാസ്റ്ററിനോട് പറയാനുള്ളത്, നമുക്ക് ചേരുന്ന കാര്യമല്ല. ഒരാൾ വിശ്വാസി അല്ല എന്ന് പറയുമ്പോൾ അവന്റെ തന്തയും തള്ളയും പറയുക, അവന്റെ വല്യപ്പനെയും വല്യമ്മയും പറയുന്നത് നമുക്ക് പെന്തിക്കോസ്തുകാർക്ക് ചേരുന്ന കാര്യമല്ല ഇത്. അവനവൻ ചെയ്യുന്ന ശരീരത്തിൽ നല്ലതായാലും തീയതും അവനവൻ അതിന് ഉത്തരം പറയേണ്ടി വരും. അല്ലാതെ അപ്പന്റെ അമ്മയും ഇതായതുകൊണ്ടല്ലേ. പാസ്റ്റർ ഇടയ്ക്ക് പറയുന്നിട്ടല്ലോ, ഞാൻ മടങ്ങി എന്താ പറയുന്നത്, പിന്തിരിഞ്ഞു പോയിട്ട് ഇപ്പൊ മടങ്ങി വന്ന ആൾ. അപ്പൊ നിങ്ങളുടെ വീട്ടിലെ അച്ഛനും അമ്മാമ്മയും പ്രാർത്ഥന നിർത്തിവെച്ചിരിക്കുമായിരുന്നു, അതുകൊണ്ടായിരുന്നു പാസ്റ്റർ ആ സമയത്ത് ജസ്റ്റ് ആ ഒരു സമയത്ത് തെറ്റിപ്പോയി, പിന്നെ പെട്ടെന്ന് നിങ്ങളുടെ വീട്ടുകാർ പ്രാർത്ഥനയും ഉപവാസ പ്രാർത്ഥനയും കോട്ടേജ് മീറ്റിംഗും തുടങ്ങുന്നുണ്ട്, അങ്ങനെയാണോ പാസ്റ്റർ തിരിച്ചു വന്നത്? പാസ്റ്ററിന്റെ അതിൽ യുക്തിയില്ല, പാസ്റ്റർ പറയുന്നതിൽ തന്നെ യുക്തിയില്ല. പിന്നെ നോഹയെ കൂട്ടുപിടിക്കുന്നു. പാസ്റ്റർ വേദപുസ്തകം വായിച്ച ആളാണോ?
നോഹയുടെ മക്കൾ എങ്ങും പോയില്ല. നോഹയുടെ ഒരു മോൻ കുടിച്ച് കിടക്കുന്ന അപ്പന്റെ നഗ്നത കണ്ടെന്നല്ലേ പറയുന്നത്. പുസ്തകം വായിക്കണം, ജാഗരിക്കണം, ആത്മാവിൽ ഒന്ന് ആരാധിക്കണം. അപ്പോഴേ ഇതൊക്കെ വെളിപ്പെട്ട് വരത്തുള്ളൂ. അല്ലാതെ ഇന്റർനെറ്റിൽ ഇരുന്ന് പിന്മാറിപ്പോയ ആൾക്കാരുടെ വീഡിയോസും കണ്ടിരുന്ന അതിന് ഖണ്ഡനവും നടത്തിയാൽ സുവിശേഷ വേല അല്ല. ഇതല്ല സുവിശേഷ വേല. ഇതിനുവേണ്ടി എല്ലാവർക്കും ഒരു പക്ഷെ നിങ്ങളുടെ ചർച്ചിലെ പാസ്റ്റർ, നിങ്ങളുടെ പാവപ്പെട്ട വിശ്വാസികളെ ഈ ബോംബെയിലൊക്കെ 2-3 ഷിഫ്റ്റ് ചെയ്ത് അവിടുത്തെ ഈ ലോക്കൽ ട്രെയിനിൽ തെള്ളുകൊണ്ട്, ഞങ്ങളൊക്കെ ഈ ഗൾഫുകാരും നമ്മളും ഒക്കെ ആണെങ്കിൽ നല്ല മെട്രോയിലെങ്കിലും കയറിയിട്ടാണ് പോകുന്നത്. നിങ്ങളെ മുംബൈയിലെ ആൾക്കാർ എന്തുമാത്രം കഷ്ടപ്പെട്ടായിരിക്കും നിങ്ങൾക്ക് ഈ പൈസ കൊണ്ട് തരുന്നത്? അത് ഈ അരുണിന്റെ വീഡിയോയുടെ ഖണ്ഡനം പറയാൻ വേണ്ടിയാണോ? അല്ലെങ്കിൽ ഇങ്ങനത്തെ നിങ്ങളുടെ സഭയിൽ ഒരു പ്രശ്നം വന്നാൽ അവിടെ നിങ്ങൾ പറയുന്ന പോലെ ആണോ ഈ ഓൺലൈൻ വന്ന് ഇതൊക്കെ പറയണ്ടേ? അതും ബൈബിളിൽ ചേരുന്ന കാര്യം വല്ലതും ആണോ പറയുന്നത്? നോഹയുടെ എക്സാമ്പിൾ പറഞ്ഞു. നോഹയുടെ മോൻ പോയത് എങ്ങനെയാണെന്ന് നമുക്കറിയരുത്. റീഡ് യുവർ ബൈബിൾ, അല്ലേ? കുറെ പഴയ ഹെർമിനൂട്ടിക്സിന്റെ ബുക്സ് ഒക്കെ എടുക്കുക, ബൈബിളിൽ എങ്ങനെ വ്യാഖ്യാനിക്കണം, എങ്ങനെ അതൊക്കെ അതിലൊന്ന് ജാഗരിച്ചൊന്ന് ഉറപ്പിക്കാൻ നോക്ക്. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യം നോക്കാം. കാരണം ഇത് വളരെ തെറ്റാണ്. നമ്മൾ പെന്തിക്കോസ്തിന് ചേരുന്ന വർത്താനമല്ല പാസ്റ്റർ പറയുന്നത്. വിട്ടുപോയ ആളുടെ തന്തയ്ക്കും തള്ളയ്ക്കും പറയുക, അവരുടെ പ്രാർത്ഥനയുടെ കുറവാണ്. അത് അരുൺ പറഞ്ഞ പോലെ നമ്മുടെ സഭയിൽ കണ്ടുവരുന്ന കാര്യമാണ്. മാതാപിതാക്കളുടെ പാപം, മുൻജന്മ അല്ല എന്താ പറയുന്നത്, ശത്രുവിന്റെ ദോഷം, അങ്ങനെയൊക്കെ പറയുന്നത് എളുപ്പമാണ്, ഈസി എസ്കേപ്പ് ആണ്, വേറെ ഒന്നുമല്ല. അതിന് കാര്യമാക്കരുത്. ഐ അപ്പോളജൈസ്. എന്റെ പെന്തിക്കോസ്റ്റൽ കമ്മ്യൂണിറ്റിയുടെ പേരിൽ ഞാൻ അരുണിനോട് മാപ്പ് ചോദിക്കുന്നു. ഉത്തരം കിട്ടാതെ നീൽ പറഞ്ഞ പോലെ കണ്ടന്റിനെ പറയാനൊന്നുമില്ല, പറയുന്നതിന് എതിരെ പറയാനൊന്നുമില്ല. അപ്പം വീട്ടുകാരെ പറഞ്ഞേക്കാം, തന്തയ്ക്കും തള്ളയ്ക്കും പറഞ്ഞേക്കാം. ഈ കവലയിലിരുന്ന് ഈ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ, ചായക്കടയിലും കവലയിലും എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് തന്തയ്ക്കും തള്ളയ്ക്കും പറയാം. അതാണ് ഇവിടെ കാണിച്ചത്. അത് കുറച്ചൊരു മാന്യമായിട്ട് ഇങ്ങനെ എന്താ പറയുന്നത്, റൗണ്ട് ആയിട്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ പാസ്റ്റർ. നമുക്ക് ചേരത്തില്ല ഇത്. ജേക്കബ് പറഞ്ഞ പോലെ ഫിന്നി പാസ്റ്റർ ശരിക്കൊന്ന് ബൈബിൾ ഒന്ന് മനസ്സിരുത്തി വായിക്കണം. ഇപ്പൊ തന്നെ ഈ വീഡിയോയിൽ പറഞ്ഞ ഉദാഹരണങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ലോത്ത് നീതിമാനായതുകൊണ്ടല്ലേ ലോത്തിനെ സോദോം ഗൊമോറയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ആൾക്കാർ വന്നു. ലോത്തിനെ പോലെ ആവരുതെന്ന് ഫിന്നി പാസ്റ്റർ പറഞ്ഞു. ദൈവമാണ് ലോത്തിനെ നീതിമാനായിട്ട് കണ്ടത്, അല്ലാതെ മനുഷ്യരല്ല. എന്നിട്ടാണ് ലോത്തിനെ രക്ഷിക്കാൻ വേണ്ടി ദൈവം ദൂതന്മാരെ അയച്ചത്. അപ്പോ ലോത്തിനെ പോലെ ആവരുതെന്നാണ് ഫിന്നി പാസ്റ്റർ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഇനി ലോത്തിനെ നീതിമാനായിട്ട് കാണുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാം, വരികൾക്കിടയിൽ നിന്നാണ് നിങ്ങൾ ലോത്തിനെ നീതിമാനായിട്ട് വായിച്ചെടുത്തതെന്ന് വേണമെങ്കിൽ. കാരണം അബ്രഹാം ദൈവവുമായിട്ട് ചോദിക്കുന്നതിൽ നിന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത് ലോത്ത് നീതിമാനാണ് എന്നുള്ള രീതിയിൽ. പക്ഷേ പത്രോസിലെ 2-ാം ലേഖനം എടുത്ത് വായിച്ചാൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നീതിമാനായിട്ടുള്ള ലോത്ത്. അപ്പോ നീതിമാനായിട്ടുള്ള ലോത്തിനെ ഇവിടെ ഇന്നിരിക്കുന്ന ഫിന്നി പാസ്റ്റർ ജഡ്ജ് ചെയ്യുവാണ്, ലോത്തിനെ പോലെ ആവരുതെന്ന്. ഞാൻ ചോദിക്കട്ടെ, ബൈബിള് നന്നായിട്ട് പഠിച്ച് അതിനെ വ്യാഖ്യാനിക്കുന്ന ഫിന്നി പാസ്റ്ററിന് അറിയില്ല ലോത്ത് നീതിമാനായിരുന്നു എന്ന്. ഇനി പ്രാർത്ഥനയിലും ഉപവാസത്തിലും നിൽക്കുന്ന എല്ലാവരുടെയും മക്കള് നന്നായി പോകുമോ? അതിനുള്ള നല്ല ഉദാഹരണം ബൈബിളിലുണ്ട്. നമ്മള് ഏറ്റവും വലിയ പ്രവാചകനായിട്ട് കാണുന്ന ശമൂവേൽ പ്രവാചകന് 2 മക്കളുണ്ട്. ഈ ശമൂവേൽ പ്രവാചകൻ മരിച്ചത് എങ്ങനെയാണെന്നറിയാമോ? ശമൂവേൽ പ്രവാചകൻ ഒരിടത്ത് ഇരിക്കുമ്പോൾ ആ മക്കള് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത് കൊണ്ടാണ് ശമൂവേൽ പ്രവാചകൻ പുറകിലേക്ക് മറിഞ്ഞു വീണ് മരിച്ചു എന്നാണ് നമ്മൾ ബൈബിളിൽ വായിക്കുന്നത്. ഈ ശമൂവേൽ പ്രവാചകന് 2 മക്കളും അത്ര നല്ല ആൾക്കാരല്ലായിരുന്നു എന്നും നമുക്ക് അതിൽ നിന്ന് വായിക്കാൻ പറ്റും. അപ്പോ നല്ല പ്രാർത്ഥനയിലും ദൈവവുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റും ഉണ്ടായിരുന്ന ശമൂവേൽ പ്രവാചകന്റെ മക്കളുടെ വിധി ഇതാണെങ്കിൽ നമ്മളെപ്പോലുള്ള സാധാരണ വിശ്വാസികളുടെ അച്ഛനും അമ്മയ്ക്കും അവരെ കുറ്റം പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഈ ഇരിക്കുന്ന അരുണാണെങ്കിലും ശരി, നീലാണെങ്കിലും ശരി, അവരുടെ എന്താ പറയുക, അവരുടെ വിശ്വാസം എന്നുള്ളത് അവരുടെ ചോയ്സ് ആണ്. അല്ലാതെ അതിനകത്ത് എന്താ പറയുന്നത്, ഈ മാതാപിതാക്കൾക്ക് ഇൻഫ്ലുവൻസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രായം കഴിഞ്ഞു എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഓരോ ആൾക്കാരും ഓരോ ഇൻഡിവിജ്വൽ ആണെന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കിയിട്ട് വേണം ഇതേപോലത്തെ കാര്യങ്ങൾ പറയാൻ. അപ്പൊ എനിക്ക് ഫിന്നി പാസ്റ്ററോട് പറയാനുള്ളത്, ബൈബിളൊക്കെ ശരിക്കൊന്ന് വായിക്കുക, എന്നിട്ട് അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അതേപോലെ ഈ നേരത്തെ തന്നെ ആദിമചരിത്രം തന്നെ ഫിന്നി പാസ്റ്റർ ഒന്നും അറിയത്തില്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. ആ ചരിത്രമൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ പറയാനായിട്ട്. ഇവർക്ക് ഒരു വ്യക്തി രൂപപ്പെടുന്ന ഒരു ഐഡിയ ഒന്നുമില്ല. ഇവർക്ക് എല്ലാവരും ഒരേ ഒരു ബൈനറി ആയിട്ട് ഇങ്ങനെ പോവുക എന്നതാണ് ഇവരുടെ ഒരു മൈൻഡ് സെറ്റ്. അല്ലാതെ ഒരു വ്യക്തി അയാൾ വളരുന്നതിനനുസരിച്ച് അയാളുടെ സറൗണ്ടിങ്സ്, അയാളുടെ അറിവ്, അയാൾ വായിക്കുന്നത്, കാണുന്നത്, കേൾക്കുന്നത് എല്ലാം അവരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് അവരുടേതായ പേഴ്സണാലിറ്റീസ് ഡെവലപ്പ് ചെയ്യും, അവരുടേതായ ശരികൾ ഉണ്ടാകും, അതിനെ ചൂസ് ചെയ്യും, അതിനനുസരിച്ച് അവർ ജീവിക്കും, അവർ ജീവിതത്തിൽ ഓരോ തീരുമാനങ്ങൾ എടുക്കും എന്നതിനെ ഒന്നും മനസ്സിലാവാതെ ഈ ഒരു ബോക്സിനകത്ത് നമ്മൾ തരുന്ന ഈ ഒരു ഐഡിയ തലയിൽ ഇട്ടോണം, അത് സംഗ്രഹിച്ചോണം, അതുപടി ജീവിച്ചോണം എന്നൊരു ഐഡിയ മാത്രമേ ഉള്ളൂ. അത്രയും ഇടുങ്ങിയ നാരോ മൈൻഡഡ് ആയിട്ടുള്ള ചിന്താഗതിയുള്ള ആൾക്കാരാണ് ഇവരെ പോലുള്ള പാസ്റ്റർമാരെന്ന് ഇത് കേട്ട് കഴിയുമ്പോൾ നമുക്ക്
വ്യക്തമായിട്ടും മനസ്സിലാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. ഒരു ഇൻഡിവിജ്വലിനെ മനസ്സിലാക്കാനോ ഇൻഡിവിജ്വാലിറ്റി ഒരു വ്യക്തിക്ക് ഉണ്ട് എന്നതിനെ തിരിച്ചറിയാനോ ഒരു ശേഷിയും ഇല്ലാത്ത കുറച്ച് ഉപയോഗശൂന്യരായിട്ടുള്ള മനുഷ്യർ എന്ന് തന്നെ സത്യത്തിൽ പറയണം. ഒരു ലാസ്റ്റ് പോയിന്റ് വേണമെങ്കിൽ എനിക്കിതിനകത്ത് ആഡ് ചെയ്യാവുന്നതെന്ന് വെച്ചാൽ, യേശു പറഞ്ഞ കാര്യങ്ങൾ അക്കാലത്തെ പരീശന്മാരോ സദൂക്കായരോ ഒന്നും അംഗീകരിച്ചു. അതിന് കാരണം എന്താണ്? അതിന് കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ അന്നത്തെ പാരമ്പര്യത്തിന് എതിരെയാണ് യേശു സംസാരിച്ചിരുന്നത്. അപ്പോ അന്നത്തെ ആ പാരമ്പര്യത്തോട് യോജിച്ചു പോയില്ല എന്നുള്ളത് കൊണ്ടാണ് അന്നത്തെ ഫരിസേയന്മാരും സദൂക്കായരും ഒന്നും യേശുവിനെ അംഗീകരിക്കാത്തത്. ഇന്ന് നിങ്ങളുടെ അവസ്ഥ അത് തന്നെയാണ്. അതായത് നിങ്ങൾ അവര് പറയുന്ന കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആ ചോദ്യങ്ങളിൽ കഴമ്പുണ്ടെന്ന് നമുക്കറിയാം. ആ കഴമ്പുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് ഇവർ പറയുന്നത് ഇവര് പിശാചുബാധിതരാണ്. ഇത് തന്നെയാണ് യേശുവിനെതിരെയും ഉണ്ടായിരുന്ന ആരോപണം എന്ന് പറയുന്നത്. അതെ, വളരെ സിംപ്ലി ഇവരുടെ ഈ ഒരു ഇരട്ടത്താപ്പ് വളരെ വ്യക്തമായിട്ടും തുറന്നു കാണിക്കാൻ സാധിച്ചത് പുള്ളിക്കാരന് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടതുകൊണ്ട്. നേരത്തെ ജേക്കബ് അപ്പോളജൈസ് ചെയ്തു. ദാറ്റ് ഈസ് ദ ക്വാളിറ്റി. ആ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ്, അതിൽ നിന്നാണ് പലരും ഇങ്ങനെ നേരിടുന്നതെന്ന് അറിയുമ്പോൾ അതിനുവേണ്ടി ഈ ഒരു ക്ഷമാപണം നടത്താൻ അതാണ് ഒരു മനുഷ്യന്റെ ക്വാളിറ്റി. അതായിരിക്കും യഥാർത്ഥത്തിൽ യേശു. അതിന് നേർ വിപരീതമാണ് ഈ ആൾക്കാർ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ഉത്തരം കൂടിയാണ്. ഒട്ടനവധി ആൾക്കാർ പറയാറുണ്ട്, ഒന്നുമില്ലെങ്കിലും മറ്റേ മതക്കാരെ കൂട്ടി ഞങ്ങൾ ആരെയും ഈ മതം വിട്ടു പോകുന്നവരെ കൊല്ലുന്നില്ലല്ലോ എന്നുള്ള കാര്യം. ഞാൻ അവിടെ എല്ലാം പറയാറുള്ളത്, സൈക്കോളജിക്കലി ആണ് ഇവർ ആൾക്കാരെ അറ്റാക്ക് ചെയ്യുന്നത്. അത് ഇങ്ങനെയുള്ളവരുടെ പ്രസംഗങ്ങൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കായിട്ട് വന്നിരുന്നിട്ട് ഇങ്ങനെ തേജോവധം ചെയ്യാനും പ്രഷർ ഇട്ട് കൊടുക്കാനും വീട്ടുകാരെ അപമാനിക്കാനും അത്രയും പ്രഷർ ചെലുത്തി ഈ സംസാരിക്കുന്നവരെ നിശബ്ദരാക്കാൻ ശ്രമിക്കുന്നവര് ഇവരുടെ അടച്ച മുറികളിൽ ഈ സഭാ ഹാളുകളിലും പള്ളികളിലും എന്തായിരിക്കും പറയുക എന്നത് നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാകാൻ പറ്റുന്ന കാര്യം മാത്രമേ ഉള്ളൂ. എനിക്കൊരു കാര്യം ആഡ് ചെയ്യാനുള്ളത്, ഇന്ന് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വരുവാന്ന് വിചാരിച്ചോ? അപ്പോൾ ഈ പെന്തിക്കോസുകാർ, എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഇത്, പെന്തിക്കോസുകാരെന്ന് പറയുന്ന വിഭാഗമായിരിക്കും, അല്ലെങ്കിൽ അതുപോലുള്ള ഈ ഹൈ കൺട്രോൾ ലീഗലിസ്റ്റിക് ഗ്രൂപ്പ്സ് ആയിരിക്കും ഈ ഫരീസന്മാരും സദൂക്യരും. അവരുടെ അഗെയിൻസ്റ്റ് ആയിട്ട് യേശു സംസാരിക്കുന്ന എനിക്ക് ഒരു സംശയമില്ല. കാരണം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞ പോലെ ഇവര് ഒരുപാട് റൂൾസും റെഗുലേഷൻസും ഒക്കെ ഉണ്ടാക്കിയിട്ട് അത് നമ്മുടെ പിതാക്കന്മാര് അങ്ങനെ പഠിപ്പിച്ചത്, അല്ലെങ്കിൽ അവരുടേതായ ഇന്റർപ്രിട്ടേഷൻ ഒക്കെ കൊടുത്ത് വചനങ്ങൾ അവിടുന്ന് ഇവിടുന്ന് ചെറിപ്പിക്ക് ചെയ്ത് ആൾക്കാരുടെ മേളിൽ ഈ ഭാരങ്ങൾ ഇട്ടിട്ട് ഫോളോ ചെയ്യാൻ പറയും. അപ്പൊ യേശു വന്നാൽ ഇതെല്ലാം വേണമെങ്കിൽ ഒരു ചർച്ചയിൽ പോയി അവിടുത്തെ കസാര മേശ എല്ലാം വലിച്ചെറിഞ്ഞ് വെളിയിറങ്ങി പോകാൻ പറയും. അങ്ങനെ എന്റെ ഒരു അഭിപ്രായം. അതെ, അബ്സല്യൂട്ട്ലി. യേശുക്രിസ്തു ഇപ്പൊ വരുവാണെങ്കിൽ ചാട്ടയെടുത്ത് ആദ്യം അടിച്ചു ഓടിക്കുന്നത് പെന്തക്കോസ്തുകാരെയും അതിലെ പാസ്റ്റർമാരെയും തന്നെ ആയിരിക്കും. കാരണം ഞാൻ എന്റെ പ്രൈവറ്റ് സെറ്റിങ്സിൽ, അതായത് എന്റെ കസിൻസിലൊക്കെ കൂടി ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ ഈ പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ആഭരണത്തിന്റെ വിഷയമൊക്കെ വരുമ്പോഴത്തേക്കിന് വരുന്ന ഒരു പോയിന്റ് എല്ലാവരും സമ്മതിക്കുന്ന കാര്യം, പെന്തിക്കോസ്തുകാർ സമ്മതിക്കുന്ന കാര്യം. കാരണം നമ്മള് ഇത് പറഞ്ഞിട്ട് എത്ര പേരെയാണ് നമ്മള് ദൈവരാജ്യത്തിൽ നിന്ന് അകറ്റി കളഞ്ഞിരിക്കുന്നത്. കാരണം നമ്മൾ വി ആർ ലൈക്ക് ക്ലോസിംഗ് ദ ഡോർ ഓൺ പീപ്പിൾ ബൈ ഓൾ ദീസ് ഫൂളിഷ് മാൻ മെയ്ഡ് റൂൾസ് ആൻഡ് ദ ബേർഡൻസ്. ഭാരം ആൾക്കാരുടെ മേളിൽ വെക്കുന്നുണ്ട്. എത്രയോ പേരെ നിങ്ങളുടെ ദൈവരാജ്യത്തിലേക്ക് വരാൻ വേണ്ടി നിങ്ങൾ പ്രിവെന്റ് ചെയ്യുന്നത്, ആ ഗേറ്റ് ക്ലോസ് ചെയ്യും. അതും എങ്ങനെ ഇവർ ക്ലോസ് ചെയ്തത്? എന്തോ ബൈബിളിൽ ഏതോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടല്ലേ, ഇവരുടെ പിതാക്കന്മാരുടെ നിയമങ്ങൾ കൊണ്ട് ഇവര് ദൈവസ്നേഹത്തിൽ നിന്നും മറ്റുള്ളവരെ അകറ്റി നിർത്തി. അതാണ് ഇതിന്റെ സാഡ് പാർട്ട്. അല്ലാതെ ബൈബിളിൽ നിന്ന് ഏതാണ്ട് വചനം എടുത്ത് ഇപ്പം ഞാൻ ഇത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ തന്നെ ജെയിംസ് എഴുതിയ എപ്പിസ്റ്റൽ ഓഫ് ജെയിംസ് 2nd ചാപ്റ്റർ 1 പറയുന്നുണ്ട്, 27ാമത്തെ ഇതാണ്, ദൈവത്തിന് പ്രസാദകരമായ മതം എന്ന് പറഞ്ഞാല് വിധവകളെയും അനാഥരെയും സംരക്ഷിക്കുക. വിധവകളും അനാഥരും കൊണ്ട് ഉദ്ദേശിക്കുന്നത് സമൂഹത്തിൽ ആരും ഇല്ലാത്തവർ, സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന, അല്ല സാക്ഷാൽ വിധവയും അനാഥരും ഒന്നുണ്ട്, പക്ഷെ അതുകൊണ്ട് ഇന്റർപ്രിട്ടേഷനിലൂടെ എന്താ അവർ മീനിങ് കൊണ്ടുവരുന്നത് വെച്ചാൽ ആരും ഇല്ലാത്തവർ, സമൂഹത്തിൽ അകറ്റപ്പെട്ടവർ. നമ്മളത് ചെയ്യുന്നില്ല. നമ്മൾ ഇനി കഴിയുമെങ്കിൽ അനാഥരും വിധവകളെയും സൃഷ്ടിക്കാൻ നോക്കുവാണ്. നമ്മളിൽ നിന്നും വേർതിരിച്ച് ആൾക്കാരെ സുവിശേഷത്തിൽ നിന്ന് അകറ്റി അങ്ങനത്തെ ഉള്ള ആൾക്കാരെ ക്രിയേറ്റ് ചെയ്യാൻ മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പൊ ഈ ഓൺലൈൻ സ്പെൻഡ് ചെയ്യുന്ന എനർജി ഈ പാസ്റ്റർ സത്യസുവിശേഷത്തിന് വേണ്ടി, സ്നേഹത്തിന് വേണ്ടി പാസ്റ്ററിന്റെ വീഡിയോസ് ഒന്ന് എടുത്ത് നോക്കുക, അല്ലെങ്കിൽ പാസ്റ്ററിന്റെ ചർച്ചയിൽ പോകുന്ന
ആൾക്കാർ പാസ്റ്ററിന്റെ വീഡിയോസ് ഒന്ന് അരിച്ചു നോക്കുക. എന്നിട്ട് ഇവിടെ ഞാൻ രണ്ട് വാക്യം നിങ്ങളോട് സ്നേഹത്തിന്റെ പറഞ്ഞല്ലോ, ഇതിന് ഏതെങ്കിലും ഒന്നിൽ പാസ്റ്റർ പ്രസംഗിച്ചിട്ടുണ്ടോ നിങ്ങൾ ആദ്യം എടുത്ത് നോക്കാം. ഇത് ഞാനും പറയുന്ന ഈ പുസ്തകത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഇത് നമ്മുടെ പുസ്തകമാണ്. ഈ POC ഒന്നുമല്ല, കിങ് ജെയിംസിന്റെ ഹോളി ബൈബിൾ ആണ്, കിങ് ജെയിംസ് വേർഷൻ ആണ്. ഇതിൽ നിന്ന് നിങ്ങളുടെ പാസ്റ്റർ നിങ്ങളോട് ഇത് എത്ര പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുണ്ട്? എന്തോ യാദർശിക ഞാൻ ഇപ്പുറത്തെ എബ്രായർ ലേഖനം എഴുതിയിട്ടുള്ളൂ, അതിനകത്തും പറയുന്നത് എന്താണ്? ലെറ്റ് ബ്രദർലി ലവ് കണ്ടിന്യൂ. ഞാൻ ജസ്റ്റ് നോക്കിയപ്പോൾ ഞാൻ അണ്ടർലൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന വേഴ്സാണ്. എവിടെ തുറന്ന് നോക്കിയാലും സ്നേഹം കാണുന്ന പുസ്തകത്തിൽ നിന്ന് നിങ്ങളുടെ പാസ്റ്റർമാർക്ക് എങ്ങനെ കഴിയുന്നു വല്ലവനെ കുറ്റപ്പെടുത്താനുള്ള വാക്യങ്ങളും വല്ലവന്റെ അപ്പനും അമ്മയും പറയാനുള്ള വാക്യങ്ങളും എടുത്ത് എങ്ങനെ കഴിയുന്നു? നിങ്ങൾ എന്തുകൊണ്ട് ചോദ്യം ചോദിക്കുന്നില്ല? ഞാൻ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്നെ ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് പലർക്കും ഞാൻ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ കൈമടക്ക് കൊടുക്കുന്നതിന്റെ കൂടെ തന്നെ ഞാൻ തിരിച്ചു ചോദിക്കാൻ പഠിച്ച ഒരു കാര്യമാണ്, പാസ്റ്ററെ അവസാനമായിട്ട് സ്നേഹത്തെക്കുറിച്ച് എന്താ പ്രസംഗിച്ചത്? അവസാനമായിട്ട് ഒരു സാക്ഷാൽ വിധവ അനാഥരെ എന്നാണ് നമ്മൾ പോയി കണ്ടിട്ടുള്ളത്? അത് പറ്റത്തില്ല. പക്ഷെ യൂട്യൂബിൽ ഇരുന്ന് 7 വീഡിയോ ഉണ്ടാക്കി അതിൽ 6 വെല്ലുവിന്റെ വീട്ടുകാരെ പറയുന്നത് ഇറ്റ് ഡസൻ സൂട്ട് അസ്. പെന്തിക്കോസുകാർക്ക് ചേരുന്ന കാര്യമല്ല, അല്ലെങ്കിൽ ഞാൻ വളർന്ന പെന്തിക്കോസുകാർക്ക് ചേരുന്ന ഒരു കാര്യമല്ല. അവർ പണ്ട് എക്സ്ട്രീമിസ്റ്റ് ഒക്കെ ആയിരുന്നു, പക്ഷെ ഇങ്ങനെ ആൾക്കാരെ അവർ ചെയ്യത്തില്ലായിരുന്നു, പരിഹസിക്കത്തില്ലായിരുന്നു. അവർക്ക് കുഴപ്പങ്ങളൊക്കെ കുറെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് പുതിയൊരു ടെൻഡൻസിയാണ്. വി ഹാവ് ടു സ്റ്റോപ്പ് ദിസ്. വി ഹാവ് ടു ലവ് പീപ്പിൾ.